ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എക്സസ് സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് ക്യാഷ് ബുക്ക്. എങ്ങനെ നമുക്ക് ഒരു ക്യാഷ് ബുക്ക് എക്സലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാം, ഞാൻ ഒരു ക്യാഷ് ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ലെഡ്ജറും സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ എൻട്രി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞു കിട്ടും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എൻട്രി ചെയ്യേണ്ട പർട്ടിക്കുലേഴ്സ്, അതുപോലെ ഇൻകം, എക്സ്പെൻസ്, ബാലൻസ്, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് കോളം ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുക. സെയിൽസ്, പേയ്മെൻറ്റ്, കളക്ഷൻ, വേജസ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ കാണാം. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഞാൻ 10,000 ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ ഈ പർട്ടിക്കുലർ കോളത്തിൽ ഞാൻ ഡാറ്റ വാലിഡേഷൻ ത്രൂ നമ്മുടെ മുമ്പ് ഐ കോളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ ഇൻസെർട്ട് ചെയ്യാണ് ഡാറ്റ വാലിഡേഷൻ ത്രൂ ചെയ്യുന്നത്. ഡാറ്റയിൽ പോയി ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ഡാറ്റ വാലിഡേഷനിൽ നമുക്ക് അലോ എന്നൊരു ഓപ്ഷനിൽ ലിസ്റ്റ് കാണാം. ലിസ്റ്റിൽ സോഴ്സിൽ നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ ടൈപ്പ് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർസിൽ ഓരോ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതേപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇൻകം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ബാലൻസ് ഇവിടെ കിട്ടണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 2 കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഡെമ്മി കോളമായിട്ട് 2 കോളം GH നമ്മൾ ഉപയോഗിക്കുകയാണ്. G പറഞ്ഞാൽ ഈക്വൽ ടു ഇൻകം കോളം, അതേപോലെ തന്നെ H എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എക്സ്പെൻസ് കോളമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ എക്സ്പെൻസ് കോളം എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ദാറ്റ് മീൻസ് മൈനസ് ആയിരിക്കും. അപ്പോൾ ഈ മൈനസ് നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യണം. ഓട്ടോമാറ്റിക് നമുക്ക് എക്സ്പെൻസ് കോളത്തിൽ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ഡെമ്മി കോളത്തിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തരണം. -1 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് കാണാം E9 ഇൻറ്റു I എൻ്റർ ചെയ്യണം. ഓക്കെ, ഇവിടെ -1 ഇതിന് നമ്മൾ ഒബ്സൊല്യൂട്ട് റെഫറൻസ് കൊടുക്കുകയാണ്. കാരണം ഡ്രാഗ് ചെയ്യുമ്പോഴും അതിൽ മൈനസ് തന്നെ വരണം. നമ്മൾ 2 കോളം താഴത്തേക്ക് സെലക്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ഫോർമുല താഴത്തേക്ക് റൺ ചെയ്തിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ നമുക്ക് D9 പ്ലസ് F7 കൂടി കൊടുക്കണം, ഓപ്പണിംഗ് ബാലൻസ് കൂടി കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാലൻസ് റണ്ണിങ് ടോട്ടൽ ഉണ്ടാക്കുകയാണ്. ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ G/9 ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് പറഞ്ഞാൽ G9 നമ്മൾ ഒബ്സൊല്യൂട്ട് റെഫറൻസ് ഇട്ട് ലോക്ക് ചെയ്യാണ്. F4 അടിച്ച് നമ്മൾ 2 സൈഡും ലോക്ക് ചെയ്യണം. G9 ലോക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് $സൈൻ വന്നു. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റണ്ണിങ് കോളം ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ ഇവിടെ 10,000 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് 15,000 വന്നു. ഇതിൻ്റെ ഒരു പോരായ്മ പറഞ്ഞ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കോളത്തിലും ഇതിൻ്റെ റിസൾട്ട് കാണാം 15,000. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രൊഫഷണൽ വേ അല്ല. അത് നമ്മൾ ഇതിൽ ബ്ലോക്ക് ചെയ്യാനായിട്ടൊരു ഫോർമുല റൈറ്റ് ചെയ്യാണ്. ഈ ഫോർമുല റൈറ്റ് ചെയ്യാണ് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട്, ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് കണ്ടീഷൻ പറഞ്ഞാൽ 2 ക്രൈറ്റീരിയയും സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് D9 ഈക്വൽ ടു empty, കോമ, അതേപോലെ തന്നെ E9 ഈക്വൽ ടു empty. ദാറ്റ് മീൻസ് 2 അപ്പ് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, ഈ കണ്ടീഷൻ ആണെങ്കിൽ D9ഉം E9ഉം empty ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി, അത് ആ കോളം അല്ലെങ്കിൽ ആ സെല്ല് empty ആയിരിക്കണം. empty ടൈപ്പ് ചെയ്ത് ഇവിടെ നമ്മൾ കോമ ടൈപ്പ് ചെയ്ത് നമ്മൾ ആ ഫോർമുല ക്ലോസ് ചെയ്യാണ്. ഈ ഫോർമുല ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഫോർമുലയിലും എല്ലാ സെല്ലിലും ഇത് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാനിവിടെ 5,000 ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കോളം empty ആയി. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്ത് ടൈപ്പ് ചെയ്താലും, ദാറ്റ് മീൻസ് ഇൻകം അല്ലെങ്കിൽ കളക്ഷൻ ടൈപ്പ് ചെയ്താൽ മാത്രമേ ആ ഫോർമുല വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്കിത് ചെറിയ ക്യാഷ് ബുക്കൊക്കെ നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ ഓഫീസുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാഷ് ബുക്കായാലും നമ്മുടെ റീകൺസിലേഷൻ ആയാലും നമ്മുടെ പേഴ്സണൽ ക്യാഷ് ബുക്കുകളായാലും ഇതേപോലെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് നമുക്കിവിടെ ടോട്ടലായിട്ട് ഉപയോഗിക്കുന്നത് ടോട്ടൽ ബാലൻസ് എത്രയാണ് അറിയാൻ വേണ്ടി ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ പറഞ്ഞ റേഞ്ച് പറഞ്ഞാൽ GNH കോളമാണ് സെലക്ട് ചെയ്യുന്നത്. G9:H30 ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ കിട്ടി.
ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പർ കോളത്തിനെല്ലാം നമ്മൾ ID ചെയ്യാണ്, ഒരു പ്രൊഫഷണൽ ലുക്ക് വരാൻ വേണ്ടി. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഫോർമാറ്റിങ്ങും, ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് ഇതിനെ കളർ കൊടുത്ത് ഫോർമാറ്റ് ചെയ്തു. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ ചെയ്യണത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഫോർമാറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഞാൻ ക്യാഷ് ബാലൻസ് വന്നിട്ടൊരു ടോപ്പിക്ക് ഹെഡിങ്ങിൽ കൊണ്ടുവരണം. ഇവിടെ ക്യാഷ് ബാലൻസ് ടൈപ്പ് ചെയ്ത് ഗ്രിഡ് ലൈൻസ് ഒക്കെ ആക്കി ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടു. നമ്മൾ ആദ്യം ഫസ്റ്റ് സ്ക്രീനിൽ കണ്ട പോലെ തന്നെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇനി ഞാൻ ഇതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ക്യാഷ് ബാലൻസ് ടോപ്പിൽ കാണണം. ദാറ്റ് മീൻസ് ഒരുപാട് കോളം അടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഇതും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു വെച്ചാൽ ഇതേപോലെ തന്നെ ടോപ്പിൽ വന്ന് ഇവിടെ ക്യാഷ് ബാലൻസ് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ഈക്വൽ ടു നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ മതി. ഇപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഫോർമാറ്റ് ചെയ്തു, ടേബിളൊക്കെ ഇട്ട് ഫോർമാറ്റ് ചെയ്ത്. ഇനി നമ്മളിവിടെ അടുത്ത ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ പർട്ടിക്കുലർസിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വേജസ് സെലക്ട് ചെയ്തു, അതിന് എല്ലാ എക്സ്പെൻസ് എമൗണ്ട് ടൈപ്പ് ചെയ്തു. 4000 ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ക്യാഷ് ബാലൻസ് 4000 ആയി മാറും. സോ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനുള്ള ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് ടൈം സേവിങ്ങും അതുപോലെ തന്നെ ഓഫീസിൽ നമ്മൾ പേപ്പർ വർക്ക് ചെയ്യുന്നതിന് പകരം തന്നെ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ കരിയറിലും വളരെയധികം ചെയ്യും. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ.